യെസ്, സ്വാശ്രയ കോളേജുകളിലെ യോഗ്യതയില്ലാത്ത അധ്യാപക നിയമനങ്ങളിൽ ഇടപെട്ട് രാജ്ഭവൻ. ചട്ടവിരുദ്ധമായ നിയമനങ്ങൾ കർശനമായി തടയണമെന്ന വിസിമാർക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർ ലേക്കറുടെ നിർദ്ദേശം. UGC ചട്ടമനുസരിച്ച് യോഗ്യതയുള്ളവരെ മാത്രമേ സർവകലാശാലകൾ നേരിട്ട് നടത്തുന്ന സ്വാശ്രയ സ്ഥാപനങ്ങളിലും അഫിലിയേറ്റഡ് സ്വാശ്രയ കോളേജുകളിലും നിയമിക്കാവൂ എന്നും വിസിമാർക്ക് നിർദ്ദേശം നൽകുന്നു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, വളരെ നിർണായകമായ ഒരു തീരുമാനം. എന്തായാലും ഒരു വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ ഈ ഒരു തീരുമാനം നിർണായകമാണ്. അതിൽ ഗവർണർ ഇടപെടുന്നു. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ വിസിമാർക്ക് ഗവർണർ നൽകിയിട്ടുള്ളത്? ശാലിനി. അശ്വതി, സംസ്ഥാനത്തെ സർവകലാശാലകൾ പ്രത്യേകിച്ച് സ്വാശ്രയ കോളേജുകൾ അടക്കം ഒരു ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് നീങ്ങുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഗവർണർ നിർണായകമായി വിസിമാരുടെ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ വിസിമാർക്ക് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. യോഗ്യതയില്ലാത്ത അധ്യാപകരെ സ്വാശ്രയ കോളേജുകളിലേക്ക് നിയമിക്കേണ്ട, അത്തരക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം. അവരുടെ യോഗ്യതകളടക്കം കൃത്യമായി നോക്കിക്കാണണമെന്നുള്ളതാണ് വിസിമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ UGC ചട്ടമനുസരിച്ച് യോഗ്യതയുള്ളവരെ മാത്രമേ ഈ സർവകലാശാലകൾക്ക് നേരിട്ട് നടത്തുന്ന സ്വാശ്രയ സ്ഥാപനങ്ങളിലും ഒപ്പം തന്നെ അഫിലിയേറ്റഡ് സ്വാശ്രയ കോളേജുകളിലും നിയമിക്കാവൂ എന്നുള്ളതാണ് ചട്ടം. ഈ ചട്ടം മറികടന്നുകൊണ്ട് പല സർവകലാശാലകളിലും വഴിവിട്ട രീതിയിലുള്ള പിൻവാതിൽ നിയമനങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഗവർണർ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുള്ളതും അത്തരക്കാരെ കണ്ടെത്താനുള്ള നിർദ്ദേശം വിസിമാർക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളടക്കം കാലിക്കറ്റ് സർവകലാശാല കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥിയുടെ പരാജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ആ വിദ്യാർത്ഥിയുടെ പരീക്ഷാ പേപ്പർ നോക്കിയത് യോഗ്യതയില്ലാത്ത അധ്യാപികയാണ്, മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പരീക്ഷാ പേപ്പർ നോക്കിയതെന്നും വിദ്യാർത്ഥിയെ തോൽപ്പിച്ചതെന്ന് അടക്കമുള്ള വിവരങ്ങൾ ഗവർണർക്ക് മുൻപാകെ എത്തിയിരുന്നു, പരാതിയായി എത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അധ്യാപകരുടെ യോഗ്യത പരിശോധിക്കാൻ ശാലിനി വേണ്ടത്. ഈ അധ്യാപകരുടെ നിയമനം, അവരുടെ യോഗ്യത അതൊക്കെ കണക്കാക്കി വേണം നിയമനം.